ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ ആണ്. സോ എല്ലാവർക്കും അറിയാം സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ എന്താണ്, പോപ്പുലർ ഡോസേജ് ഫോം ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് ഈ ഒരു സോഫ്റ്റ് ജെലാറ്റിനകത്ത് നമ്മൾ പ്രീ ഫിൽഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ സെമി സോൾഡോ അല്ലെങ്കിൽ പേസ്റ്റ് ലൈക്ക് ഫോർമുലേഷൻ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളത് വിഴുങ്ങുക, നമ്മളെ ബോഡിൽ അത് അബ്സോർബ് ചെയ്യുക. ഇതാണ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂളിന്റെ ഒരു ബേസിക് മെക്കാനിസം കേട്ടോ. സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ആലോചിക്കുക, ഒന്നെങ്കിൽ അതിനകത്ത് സെമി സോൾഡോ ലിക്വിഡോ അല്ലെങ്കിൽ പേസ്റ്റ് ലൈക്ക് ഫോർമുലേഷൻ ആയിരിക്കും. ഇനി അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് എൻഹാൻസ്ഡ് ബയോ അവൈലബിലിറ്റി തന്നെയാണ്. ടേസ്റ്റ് മാസ്കിംഗ്, ഡിസെൻറ്റിഗ്രേഷൻ, ഡിസൊല്യൂഷൻ ആൻഡ് വൺ സെറ്റ് ഓഫ് ആക്ഷൻ കിട്ടും. ആൻഡ് ഡ്രഗ് ലോഡിംഗ് കപ്പാസിറ്റി, അതായത് നമുക്ക് ഈ ഒരു സോഫ്റ്റ് ജെലാറ്റിൻ എന്ന് പറയുന്ന പല സൈസിൽ കിട്ടും. ചെറുത്, വലുത്, സ്റ്റാൻഡേർഡ് സൈസ്, അങ്ങനെ പല സൈസിൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് നിറക്കാൻ പറ്റും. പിന്നെ വിഴുങ്ങാൻ എളുപ്പമാണ്. പിന്നെ അത് മാത്രമല്ല സൈറ്റ് സ്പെസിഫിക് ഡെലിവറി ഉണ്ട്. ഇപ്പോൾ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലാണെങ്കിൽ പോലും സൈറ്റ് സ്പെസിഫിക് ആണ്. സോ ഈ അഡ്വാൻറ്റേജ് ഒക്കെ ടാബ്ലറ്റുമായിട്ട് കുറേ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ വാരി വലിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കേട്ടോ. ഇനി കമ്പോസിഷൻ ഓഫ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ ആണ്. സോ ബേസിക്കലി സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂളിൽ എന്തൊക്കെയുണ്ട്? ഫ്ലെക്സിബിൾ ഷീറ്റ് ആണ്. എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ഷീറ്റ് ആണ്. അത് ബ്ലെൻഡ് ഓഫ് ജെലാറ്റിൻ, പ്ലാസ്റ്റിസൈസർ ആൻഡ് അതർ എക്സിപ്പിയൻ. മറന്നു പോകരുത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ഷെൽ മേഡപ്പ് ഓഫ് ബ്ലെൻഡ് ഓഫ് ജെലാറ്റിൻ, പ്ലാസ്റ്റിസൈസർ ആൻഡ് എക്സിപ്പിയൻസ് ആണ്. ഇനി ദ ഷെൽ ഈസ് ഡിസൈൻ ടു ബി ഈസിലി സലോൺ ആൻഡ് പ്രൊട്ടക്ട് ദ സെൻസിറ്റീവ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഇൻസൈഡ് ഇറ്റ്. സോ ബേസിക്കലി ഇത് നമുക്ക് എളുപ്പം വിഴുങ്ങാൻ വേണ്ടിയിട്ടും അതിനകത്തിരിക്കുന്ന സെൻസിറ്റീവ് സാധനത്തിന് നമ്മളെ വേറെ രീതിയിലൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ് ജെലാറ്റിൻ കോട്ടിംഗ് നമ്മൾ കൊടുക്കുന്നത്. സോ ഓൾറെഡി പറഞ്ഞതുപോലെ ലിക്വിഡ്, സെമി സോൾഡ് അല്ലെങ്കിൽ പേസ്റ്റ് ലൈക്ക് ഫോർമുലേഷനൊക്കെ കൊടുക്കുക. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും? ഓയിൽ ഉണ്ടാകാം, സോൾവെൻസ് അല്ലെങ്കിൽ അത് സ്പെസിഫിക് ഡെലിവറി സിസ്റ്റം, അതായത് ബയോ അവൈലബിലിറ്റിയും ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും എന്താണോ അതിൽ വേണ്ടത് അതിലവർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? പ്ലാസ്റ്റിസൈസർ ഉണ്ട്, ജെലാറ്റിൻ ഉണ്ട്, എക്സിപ്പിയൻസ് ഉണ്ട്. സോ എന്താണ്? ഫിൽഡ്, ലിക്വിഡ്, സെമി സോൾഡ് അല്ലെങ്കിൽ പേസ്റ്റ് ലൈക്ക് ഫോർമുലേഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഡിഫറെൻറ്റ് സൈസാണ്. എക്സ്ട്രാ സ്മോൾ, സ്റ്റാൻഡേർഡ്, ലാർജ്, എക്സ്ട്രാ ലാർജ്. സൈസുകൾ പലതും പറയുന്നുണ്ട്. നമുക്ക് എല്ലാ സൈസും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. എക്സ്ട്രാ സ്മോൾ വെച്ചാൽ പീഡിയാട്രിക്കിന് കൊടുക്കുന്നതാണ് കേട്ടോ, കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. എളുപ്പം വിഴുങ്ങാൻ വേണ്ടിയിട്ട്. അറിയില്ല കേട്ടോ അത് കുഞ്ഞ് ക്യാപ്സ്യൂളാണെന്ന് പോലും, അല്ലെങ്കിൽ ഇതൊരു ക്യാപ്സ്യൂളാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് സ്റ്റാൻഡേർഡ് ആണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, നോർമലി ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡേർഡ്. പിന്നെ ലാർജ് ആണ്. ഇപ്പോൾ ലാർജ് വോളിയം അല്ലെങ്കിൽ ലാർജ് ഡോസുകൾ കൂടുതലായിട്ട് കൊടുക്കണം എന്ന് വരികയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കാറ്റഗറിയാണ് ലാർജ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എക്സ്ട്രാ ലാർജ് ആണ്. ഇതെന്ന് വെച്ചാൽ ഹയർ ഡോസ് ഫോർമുലേഷൻ തന്നെയാണ്, എന്നാൽ വോളിയം കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ കപ്പാസിറ്റി കൂടുതലായിട്ട് വേണം എന്ന് തോന്നുന്ന കണ്ടീഷനിലാണ് നമ്മൾ എക്സ്ട്രാ ലാർജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് എക്സ്ട്രാ സ്മോൾ, സ്റ്റാൻഡേർഡ്, ലാർജ് ആൻഡ് എക്സ്ട്രാ ലാർജ് ആണ് ഉള്ളത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈസ് ഓഫ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടല്ലേ, അല്ലെങ്കിൽ ഇത്രയും ടൈപ്പ് ഡിഫറെൻറ്റ് സൈസ് കണ്ടു. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, എന്തിനാണ് ഈ ഡിഫറെൻറ്റ് സൈസ് വെക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് ഓൾറെഡി ഉത്തരം അറിയാം. എന്താണ്? ഒന്ന് ഡിസൈർ ഡോസേജ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോസിന് അനുസരിച്ച് നമുക്ക് സൈസ് കൂട്ടേണ്ടി വരും. പിന്നെ ടാർഗറ്റ് പേഷ്യൻ്റ് പോപ്പുലേഷൻ ആണ്. ചില സമയത്ത് കുഞ്ഞു കുട്ടികളായിരിക്കും, ചില സമയത്ത് വലിയ ആൾക്കാരിലേക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ടാർഗറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, തീരുമാനിക്കുക. ഇനി ഫോർമുലേഷൻ വിസ്കോസിറ്റി ആണ്. ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഫോർമുലേഷൻ ഇപ്പോൾ പേസ്റ്റ് ലൈക്ക് ആയി അല്ലെങ്കിൽ ലിക്വിഡ് ടൈപ്പ് ആയി, അപ്പോൾ ഇതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ വിസ്കോസിറ്റി അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ആൻഡ് പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ് ലിമിറ്റേഷൻ, അതായത് നമ്മളെ കയ്യിലുള്ള മെഷീൻസിൻ്റെ റെസ്ട്രിക്ഷൻസും അതിലൊരു ഫാക്ടർ തന്നെയാണ്. ആൻഡ് പാക്കേജിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രെയിൻ, നമുക്കിപ്പോൾ കൊണ്ടുപോകാൻ എളുപ്പം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഏതാണോ ഏറ്റവും എളുപ്പം അങ്ങനെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സൈസുകൾ ഡിറ്റർമൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ എളുപ്പമാണ്, ജസ്റ്റ് അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതിയാകും. ഇനി ഫില്ലിംഗ് ഓഫ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ റെഫറൻസ് കൊടുത്തേക്കാം, നിങ്ങളത് കാണുക കേട്ടോ. സോ ബേസിക്കലി സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂള് ഫില്ല് ചെയ്യുന്നത് ഒരു വലിയൊരു പ്രോസസ്സാണ്, വിചാരിക്കുമ്പോൾ അല്ല, പക്ഷേ അടിപൊളി പ്രോസസ്സാണ്. അത് കാണുവാണെങ്കിൽ ഇത്രയും ഫാൻറ്റസി ആയിട്ട്, അതായത് ഒരേ സമയത്ത് ഷീറ്റുകൾ വരെ അകത്തേക്ക് ഫില്ല് ആവുക അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നീഡിൽസ് വെച്ച് ഫില്ല് ചെയ്യുക, അത് ഭയങ്കര അടിപൊളി പരിപാടി കേട്ടോ. സോ ലിക്വിഡ്, സെമി സോൾഡ്, പേസ്റ്റ് ലൈക്ക് ഫോർമുലേഷൻ ആണെന്ന് പറഞ്ഞു. സോ ബേസിക്കലി നമ്മൾ കെയർഫുള്ളി മെഷർ ചെയ്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ക്യാപ്സൂൾ ഷീറ്റിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്യുക. സ്പെഷ്യൽ എക്യുപ്മെന്റ് വെച്ചിട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നോർമലി നമ്മൾ ചെയ്യുന്നൊരു ടെക്നിക്ക്. സോ
നോർമലി ടെക്നിക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ചെയ്യാം. റോട്ടറി ഡൈ ഫില്ലിംഗ് ഉണ്ട്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിംഗ് ഉണ്ട്, ആൻഡ് വാക്യൂം അസിസ്റ്റന്റ് ഫില്ലിംഗ് ഉണ്ട്. സോ ബേസിക്കലി പേര് മാത്രം പഠിച്ചാൽ മതിയാകും, അതിന് ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടി വരില്ല. സോ റോട്ടറി ഡൈ ഫില്ലിംഗ് എന്ന് വെച്ചാൽ capsule shell are feed into a specialized machine that use a rotary die to accurately dispense a liquid or semi-solid fill material into the shell. അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു ജലാറ്റിൻ്റെ ഷീറ്റ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരിക്കും ചെയ്യേണ്ടാവുക. സോ അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്സൂൾ ഷെൽ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും ഇരിക്കേണ്ടാവുക. അതിനുള്ളിലേക്ക് നമ്മൾ സെമി സോൾഡ് മെറ്റീരിയൽസിനെയോ അല്ലെങ്കിൽ ലിക്വിഡ്സ് നമ്മൾ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. രണ്ട് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിംഗ് ആണ്. ഇവിടെ വോളിമെട്രിക് പമ്പ്സുകൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സോ മെഷർ ചെയ്ത് അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുവാണ് ചെയ്യുക, ക്യാപ്സൂൾ ഷീറ്റിലേക്ക് അല്ലെങ്കിൽ ഷെല്ലിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുവാണ് ചെയ്യുക. ആൻഡ് വെയിറ്റും ഡോസേജും ഒക്കെ നമ്മൾ എൻഷുർ ചെയ്യാറുണ്ട്. ഇനി വാക്യൂം അസിസ്റ്റഡ് ഫില്ലിംഗ് ആണ്. ഇവിടെ വാക്യൂം യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് പ്രഷർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാപ്സൂൾ ഷീറ്റിനകത്തേക്ക് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, എൻട്രാപ്പ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ മെറ്റീരിയൽ നമ്മൾ ഉള്ളിലേക്ക് എൻട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ മൂന്നെണ്ണമാണ് റോട്ടറി ഡൈ ഫില്ലിംഗ് പറഞ്ഞു. ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്, സ്പെഷ്യലൈസ്ഡ് മെഷീനാണ്, നമ്മൾ ആക്യുറേറ്റ്ലി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അകത്തേക്ക് നമ്മൾ ഈ ഒരു ഷീറ്റോ വാട്ടർ ക്യാപ്സൂളിനകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിംഗ് ആണ്. വോളിമെട്രിക് പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോർമുലേഷനുള്ളിലേക്ക് ആക്കുന്നു എന്നുള്ളതാണ്. മെഷർ ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടിയാണ്. ആൻഡ് മറ്റൊരു ഡിസ്പെൻസിങ്, ഇവിടെ എന്താണ്, വോളിമെട്രിക് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ചലഞ്ചസ് ആണ്. നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചലഞ്ചസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ചലഞ്ചസുകളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് വെയിറ്റ് ആക്യുറസി. ഒരു ചലഞ്ചിങ് തന്നെയാണ്. കാരണം ഈവൻ ദോ ടെക്നിക്കലാണെങ്കിൽ തന്നെയും ചിലപ്പോൾ വിസ്കസ് ആയ ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ സെമി സോൾഡ് ഫോർമുലേഷൻസ് ഒക്കെ ചില സമയങ്ങളിൽ ടെക്നിക്കലി ചലഞ്ചിങ് ആകാറുണ്ട്. നെക്സ്റ്റ് പ്രിവെന്റിങ് എയർ എൻട്രാപ്മെന്റ് ആണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോമേറ്റ് ആണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ ഈ ഒരു സെമി മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ഫില്ലിംഗ് ടെക്നിക്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എയർ എൻട്രാപ്പ് ചെയ്യാനുള്ള പ്രശ്നമുണ്ട്. എയർ എൻട്രാപ്പ് ചെയ്താൽ ക്വാളിറ്റി, സ്റ്റെബിലിറ്റി അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മാറാനുള്ള ചാൻസ് അധികമായിട്ട് വരാറുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കണ്ടന്റ് യൂണിഫോമിറ്റി ആണ്. സോ ബേസിക്കലി എയർ എൻട്രാപ്പ് ചെയ്യുന്നു, പ്രോപ്പർലി വെയിറ്റ് ഫില്ലാവുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ഡോസിങ് ഒക്കെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോപ്പർ മിക്സിംഗ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിഫോമിറ്റിയിൽ വ്യത്യാസം വരും. ഇനി ഹാൻഡ്ലിംഗ് ടെമ്പറേച്ചർ ആണ്. സോ ഒരു സ്ട്രിക്റ്റ് ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമാണ്. എപ്പോഴുമല്ല, ചില സെൻസിറ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതും ഒരു ചലഞ്ച് തന്നെയാണ്. ഇനി മിറ്റിഗേഷൻ കെമിക്കൽ റിയാക്ടിവിറ്റി ആണ്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ജലാറ്റിൻ ഷീറ്റുമായിട്ട് അല്ലെങ്കിൽ ചില ഇൻട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫില്ലിംഗ് മെറ്റീരിയലുമായിട്ട് ചില സമയങ്ങളിൽ വേണമെങ്കിൽ ഇൻട്രാക്ഷൻസുകൾ വന്നേക്കാം. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, ചില സമയങ്ങളിൽ വന്നേക്കാം എന്നുള്ളതാണ്. ഇനി ഹാൻഡ്ലിംഗ് ഓഫ് സോഫ്റ്റ് ജെലറ്റിൻ ക്യാപ്സൂൾ ആണ്. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ്. സോ ബേസിക്കലി ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അല്ലെങ്കിൽ എൻ്റെ എഫക്റ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റ് കെയർ കൊടുക്കുക. സോ ഡിസ്ട്രിബ്യൂഷൻ ആയാലും അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഡാമേജ്, ലീക്കേജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. സ്റ്റോറേജ് റിക്വയർമെൻ്റ് ആണ്. ഇത് നമുക്ക് ബേസിക്കലി നമുക്ക് പഠിക്കാനില്ല, ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ടെമ്പറേച്ചർ പറയുന്നത് സോഫ്റ്റ് ജെലാറ്റിൻ ആണെങ്കിൽ കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആണ്. 15 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറിന് അബ്സോർബ് ചെയ്യുകയും പിന്നെ അത് ക്യാപ്സൂൾ സെല്ലിന് ഡാമേജ് വരുത്തുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബേസിക്കലി ഹ്യൂമിഡിറ്റി എപ്പോഴും 60% ബിലോ ആയിരിക്കണം. 60% ബിലോ ആയിരിക്കണം. അപ്പം ഇങ്ങനെ പഠിക്കുക, ടെമ്പറേച്ചർ 30, ഹ്യൂമിഡിറ്റി 60 അങ്ങനെ പഠിക്കുക. എന്നിട്ട് 13ന്റെ പകുതി 15 അങ്ങനെ പഠിച്ചാലും മതിയോ. ഇനി ലൈറ്റ് പ്രൊട്ടക്ഷൻ ആണ്. നമുക്ക് ലൈറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. UV ലൈറ്റൊക്കെ അല്ലെങ്കിൽ സൺലൈറ്റ് ഒക്കെ ഡയറക്റ്റ്ലി അടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം വരും. പിന്നെ ഡാർക്ക് ഒപ്പാക്ക് കണ്ടെയ്നറിലാണ് വെക്കേണ്ടത്. ലൈറ്റ് എക്സ്പോഷർ ഒന്നും പാടില്ല എന്നുള്ളതാണ് നമുക്ക് സ്റ്റോറേജ് റിക്വയർമെൻറ്റ് പറയുന്നത് കേട്ടോ. സോ ഇപ്പോഴും പറയുന്നു, നമുക്ക് ടോപ്പിക്കിൽ പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റെബിലിറ്റി ആണ്. സോ നമ്മൾ പറഞ്ഞു ബേസിക്കലി ഫോർമുലേഷൻ, ഷെൽഫ് ലൈഫ്, സ്റ്റോറേജ് കണ്ടീഷൻ, പാക്കിംഗ് ഒക്കെ ഇതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ആൻഡ് സോഫ്റ്റ് ജെലറ്റിൻ ക്യാപ്സൂൾ ആണ്. സോ ഇത് നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും, നമുക്കിത് പഠിക്കാനില്ല. ബേസിക്കലി എന്താണ് എൻ്റെ സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനില്ല, നിങ്ങളിത് വായിച്ചാൽ മാത്രം മതിയായിരിക്കാം. ഇനി സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് സോഫ്റ്റ് ജെലറ്റിൻ ക്യാപ്സൂൾ ആണ്. സ്പെഷ്യൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? ബേസിക്കലി കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കാറുണ്ട്, വെറ്ററിനറി പർപ്പസുകളിൽ ഉപയോഗിക്കാറുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് മെഡിസിനൽ വാല്യൂ ഇല്ല, പകരം
നമുക്ക് ന്യൂട്രിയൻ വാല്യൂ കൊടുക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോർലിക്സ് ഒക്കെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. അതുപോലുള്ള എക്സാമ്പിൾസ് ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ എന്താണ് ഒമേഗാൻ്റെ ഓയിൽ വരിക, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻ സോഫ്റ്റ് ജെൽ ആൻഡ് ക്യാപ്സൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നോർമലി ഡ്രഗുകൾ ഉപയോഗിക്കാറുണ്ട്. ഡ്രഗുകൾ ഫില്ല് ചെയ്ത് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസിൽ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ചുമ്മാ വായിച്ചാൽ മതി. ജസ്റ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട് കോസ്മെറ്റിക്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അഡ്വാൻറ്റേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബയോബിലിറ്റി, പിന്നെ നമുക്ക് അൺപ്ലസന്റ് ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ പറ്റും, വേഴ്സൽ ഡിസൈൻ നമുക്ക് പറ്റും, പല സൈസുകളിലും ഷേപ്പിലും പറ്റും, പിന്നെ കൺട്രോൾഡോ അല്ലെങ്കിൽ ഡിലേഡ് റിലീസ് നമുക്ക് സോഫ്റ്റ് ജെലാറ്റിനിൽ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ് ജെലാറ്റിനിൽ നമുക്ക് കൺട്രോൾഡ് അല്ലെങ്കിൽ ഡിലേഡ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ അത് മാത്രമല്ല ട്രാൻസ്പെറൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് വിഷ്വലി അപ്പീലിംഗ് ആണ്, നല്ല ഭംഗിയല്ല. അത് കാണാനൊക്കെ നല്ല മഞ്ഞ കളറും ചുമന്ന കളറിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനുള്ളത്. പിന്നെ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ലീക്കേജ് മേ ബി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ലിമിറ്റഡ് സ്റ്റെബിലിറ്റി ആണ്. എപ്പോഴും അത് ഈ ഹ്യൂമിഡിറ്റി ഒക്കെ മേ ബി ബാധിക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ബാധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. പിന്നെ ഇൻകോമ്പാക്റ്റബിലിറ്റി കാണിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാനുഫാക്ചറിങ്ങിൽ ഒരുപാട് ചലഞ്ചസുകൾ നമുക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല ഹയർ പ്രൊഡക്റ്റ് കോസ്റ്റ്. കാര്യം ഇതുണ്ടാക്കുക, ഈ മെഷീൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ആവുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി മാനുഫാക്ചറിങ് ഓഫ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ. മാനുഫാക്ചറിങ് ആണ് പറയാൻ പോകുന്നത്. സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സോ ബേസിക്കലി സ്പെഷ്യലൈസ്ഡ് പ്രിസൈസ് കൺട്രോൾ ആവശ്യമാണ്. എക്സ്പെർട്ടീസ് ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ റോട്ടറി ഡൈയിൽ നമുക്ക് ചെയ്യാം അല്ലേ. സോ നമുക്ക് റാപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് മെറ്റീരിയൽ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ ജെലാറ്റിൻ പ്ലാസ്റ്റിസൈസർ ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതിനകത്ത് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഉള്ളിലേക്ക് നിറക്കുവാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ എക്യുപ്മെന്റ്സ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജെലാറ്റിൻ ഫിലിം കാസ്റ്റിംഗ്, റോട്ടറി ഡൈ എൻകാപ്സുലേഷൻ, ഫില്ലിംഗ് ആൻഡ് സീലിംഗ്, ഇന്റഗ്രേറ്റ് പ്രൊഡക്റ്റ് ലൈൻ ആണ് കേട്ടോ. സോ ബേസിക്കലി ജെലാറ്റിൻ ഫിലിം കാസ്റ്റിംഗ് ആ പറയാൻ പോകുന്നത്. സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജെലാറ്റിൻ്റെ ഒരു ഫിലിം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ, കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ കൺട്രോൾഡ് തിക്നെസ്സിൽ നമ്മുടെ ജെലാറ്റിൻ്റെ ഫിലിം ഉണ്ടാക്കാൻ സഹായിക്കുന്ന മെഷീൻ്റെ പേരാണ് ജെലാറ്റിൻ ഫിലിം കാസ്റ്റിംഗ്. ഇനി റോട്ടറി ഡൈ എൻകാപ്സുലേഷൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഈ നമ്മുടെ ഉണ്ടാക്കിയ ജെലാറ്റിൻ ക്യാപ്സ്യൂൾസുകൾ ഇത് വഴി കൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഇനി ഫില്ലിംഗ് ആൻഡ് സീലിംഗ് ആണ്. നമുക്ക് ഓൾറെഡി പേര് പറയുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ ആക്യുറേറ്റ്ലി ഫില്ല് ചെയ്യാനും സീൽ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ ഫില്ലിംഗ് ആൻഡ് സീലിംഗ്. നെക്സ്റ്റ് വൺ ഇസ് ഇന്റഗ്രേറ്റഡ് പ്രൊഡക്റ്റ് ലൈൻ ആണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈലി ഓട്ടോമേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സാണ് നടക്കുക. ഇതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇല്ലേ ഒരുമിച്ച് നടക്കുന്നതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പ്രൊഡക്റ്റ് ലൈൻ. സോ ബേസിക്കലി നമുക്ക് ജെലാറ്റിൻ ഫിലിം കാസ്റ്റിംഗ്, റോട്ടറി ഡൈ എൻകാപ്സുലേഷൻ ആൻഡ് ഫില്ലിംഗ് ആൻഡ് സീലിംഗിൽ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റഡ് പ്രൊഡക്റ്റ് ലൈൻ വെച്ചാൽ ഈ ഇത്രയും പറഞ്ഞ സാധനങ്ങളില്ലേ ഒരുമിച്ച് വരുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ഭയങ്കര ബിഫാം ലെവലാണ്. നമുക്ക് ഇത്രയും ഒന്നും ആവശ്യം വരില്ല. ജസ്റ്റ് കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും കേട്ടോ. സോ ക്വാളിറ്റി കൺട്രോൾ ആണ്. സോ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ നോർമലി വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്യുക. എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ലൈക്ക് വെയിറ്റ്, അപ്പിയറൻസ് അല്ലെങ്കിൽ സീൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇൻഗ്രീഡിയൻറ്റ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് നോർമലി നമ്മുടെ പ്രോപ്പർ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണോ ഉള്ളത് നമുക്ക് നോക്കാം. പിന്നെ കൺട്രോൾഡ് മോണിറ്ററിങ് ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, മൈക്രോബിൽ ലോഡ് നമുക്ക് നോക്കാം. പിന്നെ നോക്കുന്നത് പ്രൊഡക്റ്റ് ടെക്സ്റ്റിംഗ് നമുക്ക് ചെയ്യാം. ഡിസൊല്യൂഷൻ, ഡിസഇൻറ്റിഗ്രേഷൻ, അതൊക്കെ നമ്മൾ ഓൾറെഡി ടാബ്ലറ്റിൽ പഠിച്ച സെയിം സാധനം തന്നെ. പിന്നെ നമുക്ക് റെക്കോർഡിംഗ് ആൻഡ് കീപ്പിംഗ് ആണ്, ഡോക്യുമെന്റിങ് ആൻഡ് റെക്കോർഡിംഗ് ആൻഡ് കീപ്പിംഗ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇനി റെഗുലേഷൻസ് ആണ്. റെഗുലേഷൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളത് ജസ്റ്റ് വായിച്ചു നോക്കുക. പാക്കേജിംഗ് ലേബിൾ നമുക്കറിയാമല്ലോ, നമുക്ക് പ്രോപ്പർ ലേബിളിംഗ് ആയിരിക്കണം, പ്രോപ്പർ പാക്കേജിംഗ് ആയിരിക്കണം. കൺട്രോൾഡ് എൻവയോൺമെന്റ് ലൈക്ക് എന്താണ് ലൈറ്റുകൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒന്നും ഇതിൽ പിടിക്കാനായിട്ട് പാടില്ല, ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതിയായിരിക്കും. സോ ട്രാൻസ്പോർട്ടേഷൻ പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ഷിപ്പിംഗ് ആയിരിക്കണം, കെയർഫുൾ ഹാൻഡ്ലിംഗ് ആയിരിക്കണം, പ്രോപ്പർ പാക്കേജിംഗ് ആയിരിക്കണം എന്നുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ് സോഫ്റ്റ് ജെലാറ്റിന് ഇനി എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരുപാട് കോസ്മെറ്റിക് വെറ്റിനറി പർപ്പസിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ വരുന്നുണ്ട്. സോ ബേസിക്കലി ഇത്രയുമാണുള്ളത്. ഇനി ഒരു പാർട്ടും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ജെലാറ്റിൻ ഉണ്ടാക്കുന്നത്, ഏതൊക്കെയാണ് പ്രോസസ്സുകൾ എന്ന് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതും കൂടെ ആകുമ്പോൾ ഏകദേശം കഴിയും. സോ ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. ആ പറഞ്ഞ പോയിന്റ്സൊക്കെ അതുപോലെ തന്നെ പഠിക്കാം, ബാക്കിയൊക്കെ വായിച്ച് വിട്ടാൽ മതി. ക്യാപ്സൂൾ അത്ര വലിയ ടാബ്ലറ്റ് പോലെ ഭയങ്കര വലിയൊരു സീനായിട്ടൊരു ചാപ്റ്റർ ഒന്നും അല്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് കാണാം. ബൈ.